ആഗോള മലയാളി സമൂഹത്തിന്റെ പ്രാർത്ഥനകളും കാത്തിരിപ്പും ഒടുവിൽ സഫലമായി. സൗദി അറേബ്യയിൽ 2 പതിറ്റാണ്ടുകാലം നീണ്ട ജയിൽവാസത്തിനു ശേഷം കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം മോചിതനായി ജന്മനാട്ടിൽ തിരിച്ചെത്തി. സൗദി സമയം ബുധനാഴ്ച രാത്രി 11:55 റിയാദിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വ്യാഴാഴ്ച രാവിലെ 7:35ഓടെയാണ് അദ്ദേഹം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. വർഷങ്ങൾ നീണ്ട വിരഹത്തിന് വിരാമമിട്ട് ജന്മനാടിന്റെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ റഹീം വികാരാധീനനായി. തന്റെ മോചനത്തിനായി പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുകയും ചെയ്ത ലോകമെമ്പാടുമുള്ള എല്ലാ നല്ലവരായ മനുഷ്യർക്കും അദ്ദേഹം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു. വിമാനത്താവളത്തിലെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ റഹീം വൈകാതെ തന്നെ ഫറൂഖ് കോടമ്പുഴയിലെ സ്വന്തം വീട്ടിലേക്ക്. റിയാദിലെ ജയിൽ അധികൃതർ തന്നെയാണ് റഹീമിനെ നേരിട്ട് എയർപോർട്ടിൽ എത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. നിയമപരമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയായെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ഈ മടക്കയാത്ര. റഹീമിന്റെ നിയമ പോരാട്ടങ്ങളിൽ തുടക്കം മുതൽ ഒപ്പമുണ്ടായിരുന്ന പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരും കുടുംബവും ഈ യാത്രയിൽ റഹീമിനെ അനുഗമിച്ചിരുന്നു. റഹീമിന്റെ തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് കോടമ്പുഴയിലെ അദ്ദേഹത്തിന്റെ വയസ്സായ ഉമ്മ ഫാത്തിമയായിരുന്നു. കൺമുന്നിൽ നിന്ന് മറഞ്ഞുപോയ മകനെ മരിക്കുന്നതിന് മുൻപ് ഒന്ന് നേരിൽ കാണണമെന്ന ഒരൊറ്റ പ്രാർത്ഥന മാത്രമാണ് കഴിഞ്ഞ 20 വർഷമായി ആ ഉമ്മയ്ക്കുണ്ടായിരുന്നത്. റഹീം വിമാനമിറങ്ങിയ വാർത്ത അറിഞ്ഞതോടെ കോടമ്പുഴയിലെ വീട്ടിൽ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വലിയൊരു ജനസഞ്ചയമാണ് ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. വലിയൊരു ദുരന്തത്തിന്റെ നിഴലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് തിരിച്ചെത്തുന്ന നാടിന്റെ മകനെ വരവേൽക്കാൻ കോടമ്പുഴ ഒന്നടങ്കം ഒരുങ്ങി നിൽക്കുകയായിരുന്നു. 2006 നവംബർ 28-നായിരുന്നു തന്റെ 26-ാം വയസ്സിൽ ഒരു സാധാരണ ഹൗസ് ഡ്രൈവർ വിസയിൽ അബ്ദുൾ റഹീം റിയാദിൽ വിമാനമിറങ്ങുന്നത്. കുടുംബത്തിന്റെ പ്രാരബ്ധങ്ങൾ മാറ്റാൻ ജീവിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് വണ്ടി കയറിയ ആ യുവാവിന്റെ ജീവിതത്തെ കാത്തിരുന്നത് തികച്ചും അപ്രതീക്ഷിതമായ വലിയൊരു ദുരന്തമായിരുന്നു. സൗദിയിലെത്തി കൃത്യം 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഒരു കൊലപാതക കേസിൽ പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെടുകയായിരുന്നു. സൗദി സ്വദേശിയായ ഫായിസ് അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ അൽ ഷഹ്രിയുടെ ഭിന്നശേഷിക്കാരനായ 15 വയസ്സുള്ള മകൻ അനസ് അൽ ഫായിസിനെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ പ്രധാന ജോലി. ചലനശേഷിയില്ലാത്ത ഈ കുട്ടിയെ കാറിൽ കൊണ്ടുപോകുന്നതിനിടയിലുണ്ടായ ഒരു നിർഭാഗ്യകരമായ കൈപ്പിഴയാണ് റഹീമിന്റെ ജീവിതം ഇരുട്ടിലാക്കിയത്. കാറിലെ യാത്രക്കിടയിൽ കുട്ടിക്ക് കൃത്രിമമായി ശ്വാസം നൽകുന്നതിനായി ഘടിപ്പിച്ചിരുന്ന ജീവൻരക്ഷാ ഉപകരണത്തിന്റെ ട്യൂബിൽ റഹീമിന്റെ കൈ അബദ്ധത്തിൽ തട്ടുകയും അത് അഴിഞ്ഞു പോവുകയുമായിരുന്നു. നിമിഷങ്ങൾക്കകം ശ്വാസം മുട്ടി കുട്ടി മരിച്ചു. മനഃപൂർവ്വമല്ലാത്ത ഒരു അപകടമായിരുന്നു ഇതെന്നും തന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു കൈപ്പിഴ മാത്രമാണെന്നും റഹീം കോടതിയിൽ ആവർത്തിച്ചു. സൗദി നിയമപ്രകാരം അത് കൊലപാതക കുറ്റമായി മാറി. തുടർന്ന് 2006 ഡിസംബർ 26-ന് റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിയാദിലെ ജയിലിൽ അടച്ചു. പിന്നീട് നീണ്ട വിചാരണകൾക്കൊടുവിൽ 2012 സൗദി ക്രിമിനൽ കോടതി റഹീമിന് വധശിക്ഷ വിധിച്ചു. വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ റഹീമിന്റെ മോചനം അസാധ്യമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ഗൾഫിലെ മലയാളി കൂട്ടായ്മകളും നാട്ടിലെ ജനകീയ സമിതിയും ചേർന്ന് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. വർഷങ്ങൾക്ക് നീണ്ട ചർച്ചകൾക്കൊടുവിൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് തൊട്ടു മുൻപ് മരണപ്പെട്ട സൗദി ബാലന്റെ കുടുംബം റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചു. എന്നാൽ അതിനായി അവർ ആവശ്യപ്പെട്ടത് 15 മില്യൺ സൗദി റിയാൽ, അതായത് ഇന്ത്യൻ രൂപ ഏതാണ്ട് 34.35 കോടി രൂപയായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിന് ചിന്തിക്കാൻ പോലും ആകാത്ത ഈ തുക ആഗോള മലയാളി സമൂഹം ഒന്നടങ്കം ഒന്നിച്ചു നിന്ന് കൈകോർത്ത് സ്വരൂപിച്ചു. അങ്ങനെയാണ് അബ്ദുൾ റഹീം ഒടുവിൽ നാടണയുന്നത്.